ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കപ്പപ്പുഴുക്കും ബീഫ് കറിയാട്ടോ. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ കപ്പേൻ്റെ പണിയിലേക്കാണ് പ്രവേശിച്ചത്. കപ്പ പൊളിച്ചു, എന്നിട്ട് ഇത് കൊത്തി ഞുറുക്കുക കേട്ടോ. ഈ പ്രോസസ്സിന് ഞങ്ങളുടെ നാട്ടിൽ കൊത്തി ഞുറുക്കുക എന്നാണ് പറയുക. അപ്പോൾ കൊത്തി ഞുറുക്കി വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു കേട്ടോ. 2 വിസിലുകൊണ്ട് തന്നെ കപ്പയാകും. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഇറച്ചി ഞുറുക്കുന്നുണ്ട്. ഓൾറെഡി ഞുറുക്കിയതാണ്, പക്ഷേ അതിങ്ങനെ വീടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശരിയാക്കുകയാണ്. പിന്നെ ഞാൻ തേങ്ങയ്ക്കുള്ള അരപ്പെടുത്തു. അപ്പോഴത്തേക്കും ഏടാപ്പ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കരിയാപ്പിലയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. എല്ലാം കരിയാപ്പിലയൊക്കെ തണ്ടേന്ന് ഊരി കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം അവൻ എന്താ ചെയ്തതെന്ന്. അപ്പോൾ നേരത്തെ എടുത്ത അരപ്പിൽ ഞാൻ മുളക് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മുളകും വെച്ചു, അരച്ചെടുത്തു, കപ്പയിൽ മിക്സ് ചെയ്തു കേട്ടോ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കാം, അപ്പോഴത്തേക്ക് അത് റെഡിയാകും. പിന്നെ നമ്മുടെ ഇറച്ചിയിലേക്ക് എല്ലാ പൊടികളും ഇട്ടു. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, നാരങ്ങാനീര്, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിലും കൊണ്ട് നമ്മുടെ ബീഫും റെഡിയാവും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗ്രേവി ആകണമെങ്കിലും സവാള വഴറ്റി കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങളത് കഴിക്കുന്ന പ്രോസസ്സിലേക്ക് കടന്നു. അപ്പോൾ ബൈ.